Hello, welcome back to my channel, The V Journey. I'm V. Join me as I document my journey of life. Today's video is a very special video. My husband's birthday, so I just wanted to give him a little surprise. He's in the other room. I don't want him to know that I'm planning something. ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ പറഞ്ഞ ഓഡിയോ ഒട്ടും റെക്കോർഡ് ക്ലിയർ ആയിട്ടുമില്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വോയിസ് ഓവർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുള്ളിക്കാരന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് പ്ലാൻ ചെയ്താലും അത് പിടിക്കപ്പെടുമായിരുന്നു. അങ്ങനെ ഞാനൊരു ഷൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പുള്ളി വീട്ടിലുണ്ടായിരുന്നപ്പോൾ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആ സർപ്രൈസും പൊളിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചത്, എൻ്റെ കസിൻ സിസ്റ്ററുണ്ട്, അപ്പോൾ ഞങ്ങൾ എന്തായാലും അവരെ വാവെ കാണാനൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ദിവ്യ ചേച്ചിയെ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നമുക്കൊരു കുട്ടി സർപ്രൈസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഉറപ്പാണ് അവിടെ നമ്മളിങ്ങനെ കോർഡിനേറ്റ് ചെയ്തൊരു കുട്ടി സർപ്രൈസ് കൊടുക്കുന്നു. പുള്ളി എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഉണ്ടാവില്ല. Let's hope that this surprise is going to be great and he is not expecting it at all. So he was asking me like, നമ്മൾ ഡിന്നറിന് പോകുന്നുണ്ടോ, നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നമുക്ക് പ്ലാൻ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. So yeah, I'm really excited. അങ്ങനെ ഞങ്ങൾ ദിവ്യചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ നന്നുകുട്ടി ഉറക്കമൊക്കെ എണീറ്റ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ലക്കിലി ദിവ്യചേച്ചിയുടെ ബിൽഡിങ്ങിൻ്റെ പാർക്കിംഗ് ഫുള്ളായിരുന്നുകൊണ്ട് എനിക്ക് ആദ്യം ഇറങ്ങാൻ പറ്റി. അങ്ങനെ ഞാൻ വന്ന കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും പുള്ളി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നായിരുന്നു. എനർജി ആകുന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു വലിയ റിയാക്ഷൻ എക്സ്പ്രഷനൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ബട്ട് പുള്ളിയുടെ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ഹി വാസ് വെരി ഹാപ്പി എന്നുള്ളത്. ആൻഡ് എ സ്പെഷ്യൽ താങ്ക്സ് ടു ദിവ്യ ചേച്ചി ആൻഡ് അനിലേട്ടൻ. ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേ വാവയും വെച്ചുകൊണ്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തു. അവർ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാനൊരു കുഞ്ഞ് സർപ്രൈസ്, അതായത് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ളൊരു സെലിബ്രേഷൻ അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ. സെലിബ്രേഷൻ എന്നും പറയാൻ പറ്റില്ല, സംതിങ് ടു മേക്ക് ഹിസ് ബർത്ത്ഡേ മെമ്മറബിൾ. അതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് പെർഫെക്റ്റ് ഇൻ എവറി വേ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒരു സ്വീറ്റ് മെമ്മറബിൾ ബർത്ത്ഡേ സെലിബ്രേഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇപ്രാവശ്യത്തേൽ ഏറ്റവും സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് നന്നുകുട്ടി കൂടെ ഉണ്ടെന്നുള്ളതായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നന്നു നല്ല ആക്റ്റീവായി. പിന്നെ നമ്മൾ ഡാൻസൊക്കെ കളിച്ച് ഒത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങൾ അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ്. അങ്ങനെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാവുന്ന ഒരു സ്വീറ്റ് മെമ്മറബിൾ നൈറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം കാണാം. ഹലോ, നമ്മൾ ദുബായിൽ നിന്ന് നമ്മൾ ഫുജേറയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളൊരു റിസോർട്ടിലൊരു
കുട്ടി സ്റ്റേക്കേഷൻ, ഒരു 1 day സ്റ്റേക്കേഷനാണ് പോകാൻ പോകുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഹിസ് ബർത്ത്ഡേ. അപ്പോൾ നമ്മളൊരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ജസ്റ്റ് ഒരു ഗെറ്റവേ. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദിസ് വീഡിയോ. നമ്മൾ പോകാൻ പോകുന്ന എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലക്ക ബീച്ച്, ഡിബ്ബ, ആ ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള ലേ മെറിഡിയൻ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 hour 57 minutes ആണ്. ഒരു 2 hours 2 hour 15 minutes ഒക്കെ എങ്ങനെയായാലും എടുക്കും. സോ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 3 PM ചെക്ക് ഇൻ പറഞ്ഞിരിക്കുന്നത്. സോ ഞങ്ങൾ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഒരു 3:45 4 ആ ഒരു ടൈം എങ്ങനെയായാലും എടുക്കും. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് മൗണ്ടൻസും അതുപോലെ തന്നെ ബീച്ചും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ദുബായിലെ കാഴ്ചകളിനേക്കാളും കുറച്ചും കൂടി ഒരു എന്താ പറയുക ഉള്ളിലേക്കുള്ള ഏരിയാസാണ് ഈ ഇപ്പോൾ പോകുന്ന വഴിയിലെല്ലാം കാണാൻ പറ്റുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന റോക്ക് പോലത്തെ സ്ട്രക്ചറാണ് സ്നൂപ്പി ഐലൻഡ്. ഈ സ്നൂപ്പി ഐലൻഡിലേക്ക് സ്നോക്ലിംഗ് ടൂർസും അതുപോലെ സ്വിം ടൂർസും ഒക്കെ നമ്മുടെ താമസിക്കുന്ന റിസോർട്ടുകളിൽ നിന്ന് അവൈലബിൾ ആണ്. അത് ഓരോ റിസോർട്ട്സും ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ ഡിഫറെൻറ്റ് ഫീസാണ് ചാർജ് ചെയ്യുന്നത്. ഈ അല്ലക്ക ബീച്ചിനോട് ചേർന്ന് ധാരാളം റിസോർട്ട്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈവറ്റ് ബീച്ച്, ഈ അല്ലക്ക ബീച്ച് ആക്സസ് തന്നെയാണ്. സോ നമ്മൾ ഏത് റിസോർട്ട് ചൂസ് ചെയ്താലും ഒരേപോലെ തന്നെ ആ ബീച്ചിൻ്റെ ബ്യൂട്ടിയും ആ ബീച്ചിലുള്ള എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫൈനലി വി റീച്ച്ഡ് ലേ മെറിഡിയൻ അല്ലക്ക ബീച്ച് റിസോർട്ട്. ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാജിർ മൗണ്ടൻസിൻ്റെ വ്യൂവും അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യൻ്റെ വ്യൂവും രണ്ടും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെ വളരെ കുറച്ച് റിസോർട്ട്സേ ഉള്ളൂ ഈ ഏരിയയിൽ. അപ്പോൾ അതിലൊന്നാണ് ഈ ലേ മെറിഡിയൻ. ഈ പ്രോപ്പർട്ടിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൂളുണ്ട്. ആ പൂളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡായിട്ട് കാണുന്നത് ഹാജിർ മൗണ്ടൻസും നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് ഇന്ത്യൻ ഓഷ്യനുമാണ്. ഇതാണ് കയറി വരുമ്പോൾ ഉള്ളൊരു ലോബി ഏരിയ അല്ലെങ്കിൽ ഒരു റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ചിങ് ഏരിയ ഉണ്ട്. അതിനകത്ത് അവർ ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ പാർട്ട് 2.